നമസ്കാരം. ഇന്ന് ലാവ്ലിൻ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ മുഖ്യപ്രതിയായ കേസാണെന്ന്. അതായത് ചെങ്കുളം, പന്നിയാർ, പള്ളിവാസൽ എന്നീ പദ്ധതികളുടെ വിദ്യുച്ഛക്തി പദ്ധതികളുടെ നവീകരണവും പുനരുദ്ധാരണത്തിനും വേണ്ടി പിണറായി വിജയൻ സ്വന്തമായി നേരിട്ട് എസൻസി ലാവ്ലിൻ എന്ന ഇടനിലക്കാരായ കമ്പനിയുമായി ധാരണയിലെത്തുകയും അതുവഴി കേരളത്തിന് 374.5 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് കേസ്. ഈ കേസിൽ പിണറായി വിജയനാണ് കൃത്യമായി പറഞ്ഞതിലെ മുഖ്യ വില്ലൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ കേസ് അട്ടിമറിക്കുന്നത് ജുഡീഷ്യറി വഴിയാണെന്നുള്ള സങ്കടകരമായ കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. തിരുവനന്തപുരത്ത് CBI ജഡ്ജ് R. രഘു 5 കോടി രൂപ വാങ്ങി എന്ന് പറയുന്ന ഒരു ആരോപണമാണ് ആദ്യം വന്നത്. പിന്നീട് 50 കോടി രൂപ ഉബൈദ് എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി വാങ്ങി എന്നുള്ള ആരോപണം വന്നു. അദ്ദേഹത്തിന് 2 മക്കൾക്ക് യൂസഫലിയുടെ കമ്പനി ജോലി വാങ്ങിക്കൊടുത്തിയെന്നുള്ള ആരോപണം വന്നു. പിന്നീട് രമണ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസൊക്കെ ആയിരുന്ന രമണ 100 കോടി വാങ്ങും എന്നുള്ള ഒരു വാർത്ത വന്നു. പിണറായി വിജയനായി ധാരണ വന്നു എന്നുള്ള വാർത്ത വന്നു. അങ്ങനെ ഈ ലാവ്ലിൻ കേസ് അന്നു മുതൽ ഇന്ന് വരെ വിവാദമാണ്. പിന്നീട് അവസാനം പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് BJP തന്നെ നേരിട്ടാണെന്നുള്ള കൃത്യമായ തെളിവുകൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ തവണയും CBI അഭിഭാഷകൻ തുഷാർ മേത്തയും രാജുവും എല്ലാം സുപ്രീം കോടതി കയറി പറയും, ഞങ്ങൾക്ക് സമയമില്ല, മാറ്റിവെക്കണം, പഠിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. ഇപ്പോഴിതാ വീണ്ടും ലാവ്ലിൻ കേസ് 42ാമത്തെ തവണ ബെഞ്ച് വഴിയുള്ളത് ഇന്ന് വരികയാണ്. നേരത്തെ രജിസ്റ്റർ വഴി 22 തവണ മാറ്റിവെച്ചിട്ടുണ്ട്. സൂര്യകാന്തും അതേപോലെ വിശ്വനാഥ് എന്ന് പറയുന്ന 2 ജഡ്ജിമാരാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലെ പ്രതികൾ 4 പേർ മരിച്ചുപോയി, 5 പേർ മാത്രമാണ് ബാക്കിയുള്ളത്. 2 കേസായിട്ടാണ് ഉള്ളത്. ക്ലോസ് ടെൻഡറിലും അതേപോലെ നമ്മുടെ ലാവ്ലിൻ കമ്പനിയും ആണ് 2 വേറെ കേസുകളുള്ളത്. അത് നിലവിൽ അവിടെ കിടക്കുകയാണ്. അതിന് യാതൊരു വിലയുമില്ല. കാരണം അവർക്ക് നോട്ടീസ് പോലും CBI കൊണ്ടുകൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ള 5 പ്രതികളാണ്, കിളവന്മാരായ 5 പ്രതികളും കൊണ്ടിട്ടാണ് ഈ ലാവ്ലിൻ കേസ് മുന്നോട്ട് പോകുന്നത്. ഇത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിച്ചില്ലെങ്കിൽ ഈ കേസ് എവിടെയും എത്തില്ല. ഏകദേശം 30 സാക്ഷികൾ മരിച്ചു. 30 സാക്ഷികൾ മരിച്ചു. ആ 4 പ്രതികൾ മരിച്ചു. ഏത് സമയത്തും മറ്റു 5 പ്രതികളും മരിക്കാം. ഈ കേസിൻ്റെ വിധിയുടെ വിധി സുപ്രീം കോടതി ഇപ്പോൾ അനുകൂലമായി വിധി വന്നാൽ തിരുവനന്തപുരം കോടതിയിൽ 6 മാസമെങ്കിലും എടുക്കും. ഒരു ടൈം ബാറിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞാൽ 6 മാസം എടുക്കും ഇതിൻ്റെ കുറ്റവിചാരണ നടക്കാൻ, തുടർച്ചയായി നടക്കുകയാണെങ്കിൽ. അങ്ങനെ 6 മാസം കൊണ്ട് പൂർത്തീകരിച്ച് ഇനി വിധി വന്നാൽ തന്നെ ആ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പറ്റും. പ്രായപരിധിയുള്ള ആളുകളായതിനാൽ എല്ലാവർക്കും വിധി അനുകൂലമാക്കാൻ പറ്റും. കാരണം അവർ കുറ്റം ചെയ്തതിൻ്റെ എത്രതായാലും പ്രായാധിക്യമുള്ള ബുദ്ധിസ്ഥിരതയില്ലാത്ത ആൾക്കാരും പലതരത്തിൽ അസുഖമുള്ള ആൾക്കാർ തന്നെ അവർക്ക് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷയെ കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പീൽ വിടാൻ സാധ്യതയുണ്ട്. ആ അപ്പീൽ എത്ര കാലം കഴിയും? ചിലപ്പോൾ 10 വർഷം, 20 വർഷം. ഞാൻ കൊടുത്തൊരു കേസിൽ 22 വർഷമായി ഹൈക്കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അതിൽ ഉൾപ്പെട്ട പ്രതി മരിച്ചുപോയി. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അത് സിവിൽ സ്യൂട്ടായതിൻ്റെ അവരെ ഭാര്യനെയും മക്കളെയൊക്കെ ചേർത്തത് കൊണ്ട് കേസ് നിലനിൽക്കുന്നു എന്ന് പറയാം. ഇതേപോലെയാണ് നമ്മുടെ ദേശാഭിമാനി പത്രത്തിനെതിരെ 5 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തതിൽ ദക്ഷിണാമൂർത്തി മരിച്ചുപോയി. ദക്ഷിണാമൂർത്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ പ്രതിയാക്കി, ഭാര്യനെയും പ്രതിയാക്കി. അങ്ങനെ നീണ്ടു പോവുകയാണ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും ഗുണം ചെയ്യുന്ന, നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ജസ്റ്റിസ് ഡിലേഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് തന്നെയാണ്. മരിച്ചതിന് ശേഷം എന്ത് വിധി വന്നിട്ടെന്താ? ഒരു കാര്യമില്ല. പ്രതികളും സാക്ഷികളും മരിച്ചാൽ ആ കേസിന് പ്രാധാന്യമുണ്ടോ? ആ കാര്യം പറഞ്ഞ് CBI ഇനി കേസ് ഇല്ലാതാക്കുമോ എന്നും കൂടിയാണ് നമ്മൾ നോക്കാനുള്ളത്. ഇപ്പോഴും അതിലെ ഡോക്യുമെൻ്റ് കൃത്യമായി മാർക്ക് ചെയ്യാൻ പറ്റുന്നതായതിനാൽ പിണറായി വിജയൻ നേരിട്ട് നടത്തിയുള്ള ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രേഖകളായിട്ടുള്ളത്. 10,000-ഓളം പേജുകൾ വരുന്ന ഈ ഡോക്യുമെൻറ്റുകൾ, 200ഓളം ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ 10,000-ഓളം പേജുകളുണ്ട്. ആ പേജുകളുള്ള ഡോക്യുമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. എന്തായാലും ആ സമയത്ത് സുപ്രീം കോടതിയിൽ എന്താണ് സ്ഥിതി എന്ന് നമുക്കിപ്പോഴും അറിയില്ല. എന്തായാലും BJP ഗവൺമെൻറ്റിന് ഇങ്ങനെ കേസുകൾ അട്ടിമറിച്ച് എല്ലാ കാലത്തും ചീത്തപ്പേരുണ്ടാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലാവ്ലിൻ കേസ്. പിണറായി വിജയനും BJPയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അറിവ് കൂടിയാണ് ഈ ലാവ്ലിൻ കേസ്. കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 67 സീറ്റുകളിൽ BJP CPMന് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് RSS ആണ്. അത് കൃത്യമായി ബാലശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓർഗനൈസർ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം.
അങ്ങനെ ബാലശങ്കർ വ്യക്തമാക്കിയ ഈ സംഭവത്തിൽ ഇപ്പോൾ അട്ടിമറികളുടെ ഘോഷയാത്രയാണ്. ജുഡീഷ്യറിയിൽ തന്നെ അട്ടിമറി നടക്കുന്നു എന്ന് പറയുന്നത് നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്നതാണ്. നമ്മൾ അവസാനത്തെ വാക്കായി, അവസാനത്തെ ആശ്രമമായി കാണുന്നത് ജുഡീഷ്യറിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജുഡീഷ്യറിയാണ് എപ്പോഴും നീതി തന്നിട്ടുള്ളത്. ആ നീതി തന്ന ജുഡീഷ്യറിയെ ഞാൻ എല്ലാ കാലത്തും ബഹുമാനത്തോടെ കൂടിയാണ് കാണുന്നത്. പക്ഷേ ഞാൻ പോരാട്ടം നടത്തി കൊണ്ടുവന്ന ലാവ്ലിൻ കേസ് ഇങ്ങനെ അട്ടിമറിച്ച് പോകുന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അത് ജുഡീഷ്യറിക്കുണ്ടാവുന്ന ചീത്തപ്പേര് കുറച്ചൊന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൃത്യസമയത്ത് നടന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇത് 1996-98 കാലത്ത് നടന്നൊരു കേസാണ്. അത് 25 വർഷം 26 വർഷം കഴിഞ്ഞു. ആ കേസിലെ സാക്ഷികളും പ്രതികളും വയസ്സായി അവസാനം അവർക്ക് കോടതിയിൽ പോലും മൊഴി കൊടുക്കാൻ പറ്റാത്ത ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പോലും രക്ഷപ്പെടാൻ പറ്റും. ഇതാണ് ഈ കേസിൻ്റെ അവസ്ഥ എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.